ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഇക്കോ മൂവിയുടെ കഥയുമായിട്ടാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ തുടങ്ങുന്നത് മോഹൻ പോത്തൻ എന്ന് പറയുന്ന ഒരാളെ കാണിച്ചുകൊണ്ടാണ്. അയാൾ ആ പ്രദേശമെല്ലാം ചുറ്റിക്കാണാൻ വേണ്ടി അവിടെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയാണ്. അയാളെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പൂട്ടി എന്ന് പറഞ്ഞൊരു ജീപ്പ് ഡ്രൈവറും അവിടെ എത്തുന്നു. മോഹൻ പോത്തൻ ആ കാട്ടിലേക്ക് പോകാൻ ഒരു ഉദ്ദേശമുണ്ട്. ഒരു പ്രത്യേക ബ്രീഡിൽപ്പെട്ട പട്ടികൾ ഒരുപാടായി ആ കാട്ടിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ജെനുവിൻ ബ്രീഡിനെ കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. മോഹൻ പോത്തന്റെ സുഹൃത്തായ കുരിയച്ചന്റെ കൈവശമാണ് ആ കാട്ടുകുന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം. എന്നാൽ ഈ കുരിയച്ചൻ കുറെ നാളായിട്ട് ഒരു കേസിൽപ്പെട്ട് ഒളിവിലാണ്. അതായത് ഒരു 6 വർഷമായിട്ട് ഇയാൾ മിസ്സിംഗ് ആണ്. അങ്ങനെ അപ്പൂട്ടി ഇയാളെയും കൂട്ടി ആ കാട്ടുകുന്നിലേക്ക് പോവുകയാണ്. പട്ടിയെ പിടിക്കാനാണ് ഇയാൾ പോകുന്നതെങ്കിലും ഇയാൾ കൂടുതൽ സംസാരിക്കുന്നത് കുരിയച്ചനെ കുറിച്ചാണ്. ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പ്രത്യേക ഇനം ബ്രീഡ്. എന്നാൽ ഇപ്പോൾ മലേഷ്യ പോലും ആ ബ്രീഡിനെ കിട്ടാനില്ല. എല്ലാം ക്രോസ് ബ്രീഡായി പോയെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ അപ്പൂട്ടി മ്ലാത്തിച്ചേടത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ കാട് നിറയെ പട്ടികളാണെന്നും അങ്ങോട്ടൊന്നും ആരെയും കയറ്റിവിടത്തില്ലെന്നും അപ്പൂട്ടി പറയുന്നു. മാത്രമല്ല മ്ലാത്തിച്ചേടത്തിയുടെ കണ്ണിലെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ ആ തള്ളയുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരും എന്നും പറയുന്നു. എന്നാൽ മ്ലാത്തിച്ചേടത്തിനെ പ്രതാപബോധൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് കുരിയച്ചൻ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, അതിൽ കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം, എല്ലാരെയും ഒന്നും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതാപബോധൻ പറയുന്നത്. അങ്ങനെ അവർ ആ കാട്ടുകുന്നിലേക്ക് പോകുന്ന സ്ഥലത്തെത്തി. ജീപ്പ് ഇവിടെ വരെ പോകത്തുള്ളൂ. ഒരുപാട് ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ മ്ലാത്തിച്ചേടത്തി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും, അതൊരു പ്രൈവറ്റ് ഏരിയ ആണെന്ന് അപ്പൂട്ടി പറയുന്നു. എന്നാൽ കുഴപ്പമില്ല, ഇവിടെ തന്നെ നിർത്തിയാൽ മതി, ആരുടെയും പ്രൈവറ്റ് ഏരിയയിലേക്ക് നമുക്ക് കടക്കണ്ട എന്ന് പ്രതാപബോധൻ പറയുന്നു. അയാളുടെ കയ്യിൽ ഒരു നായയുമുണ്ട്. ഹസ്കി ഇനത്തിൽപ്പെട്ട നായയാണെന്ന് തോന്നുന്നു. അയാൾ ഈ സുന്ദരിയായ നായയെ കാണിച്ച് അവിടെയുള്ള ബ്രീഡിനെയെല്ലാം അതിലേക്ക് ആകർഷിച്ച് ഓരെണ്ണത്തിനെ അവിടെ നിന്ന് പൊക്കുക. ഇതാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അപ്പൂട്ടി അയാളെ അവിടെ വിട്ടേച്ച് പോവുകയും ചെയ്തു. ശേഷം 8 മാസം കഴിഞ്ഞിട്ടുള്ള കഥയാണ് പിന്നീട് കാണിക്കുന്നത്. മ്ലാത്തിച്ചേടത്തി ഒറ്റയ്ക്കാണ് ആ കാട്ടുകുന്നിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മ്ലാത്തിച്ചേടത്തിക്ക് കൂട്ടായിട്ട് പിയൂസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും വന്നിട്ടുണ്ട്. മ്ലാത്തിച്ചേടത്തിക്ക് 2 ആമ്പിള്ളേരാണ്. ഇവർ രണ്ടുപേരും പുറത്താണ് ജോലി ചെയ്യുന്നത്. അവരിടയ്ക്ക് വന്ന് അമ്മയെ അന്വേഷിക്കും. അമ്മ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് പിയൂസിനെ അവരയച്ചതാണ്. ഇപ്പോൾ ഡോക്ടറെ കാണിക്കാനും വയ്യാതിരിക്കുമ്പോഴും ഒക്കെ ഈ മ്ലാത്തിച്ചേടത്തിനെ നോക്കുന്നത് പിയൂസ് ആണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് മ്ലാത്തിച്ചേടത്തിയോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മ്ലാത്തിച്ചേടത്തി തിരിച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മറുപടി പറയുന്നത്. അസുഖം കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മ്ലാത്തിച്ചേടത്തി എന്റെ പേര് മ്ലാത്തി എന്നാണ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടിട്ട് ഡോക്ടറിന് മ്ലാത്തിച്ചേടത്തിക്ക് ഒരു ചെറിയ വട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ തിരികെ പോകാൻ നേരത്ത് പിയൂസ് പറയും, ഡോക്ടറെ ഞാനും കൂടി വരാം, കാരണം ആ പട്ടികള് ഡോക്ടറിനെ കടത്തിവിടത്തില്ല, ഞാനുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഡോക്ടറെയും കൂട്ടി പിയൂസ് തിരികെ പോവുകയാണ്. ഈ പിയൂസിനുള്ള ശമ്പളം മണി ഓർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരാറുണ്ട്. അതെല്ലാം അയാൾ വേറൊരു അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്. കൂടാതെ പിയൂസിന് ചില ചെറിയ എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. നോവലൊക്കെ എഴുതി ചില മാസികകളിലൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം ആ നാട്ടിലെ പോസ്റ്റ് വുമൺ ആയ അവന്റെ കൂട്ടുകാരിക്ക് അതെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം അവൻ തിരികെ ഈ മ്ലാത്തിച്ചേടത്തിന്റെ അടുത്തേക്ക് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കും. അതിലൊരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ കുരിയച്ചനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പിയൂസിന് അതൊന്നും അറിയത്തില്ല എന്ന് അവൻ പറയും. എങ്കിലും അവര് നിർബന്ധിച്ച് അവനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു പോസ്റ്റിലിരുന്ന് ഒരാള് ലൈറ്റ് മാറിയിടുന്നുണ്ടായിരുന്നു. ഇവൻ കാറിൽ കയറി പോകുന്ന ആ സമയത്ത് തന്നെ അയാൾ അത് ദൂരേക്ക് എറിഞ്ഞുടയ്ക്കും. അപ്പോൾ തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരാള് ആ കാട്ടുകുന്നിലേക്ക് കയറി പോവുകയാണ്. ഇത് പിയൂസ് ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇവര് നിർബന്ധിച്ച് അവനെ കാറിൽ കയറ്റുന്നതുകൊണ്ട് അവൻ അവരോടൊപ്പം പോവുകയാണ്. ഇവർ രണ്ടുപേരും കുരിയച്ചനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പിയൂസിനോട് ചോദിക്കുന്നത്. എന്നാൽ അയാളെ 6 വർഷമായിട്ട് കാണാനില്ലെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ കൂടുതൽ ഒരു വിവരവും തനിക്ക് അറിയത്തില്ലെന്ന് പിയൂസ് പറയുന്നു. ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെയുള്ള ഈ നരയൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു നേവിക്കാരനാണ്. അയാൾ ചോദിക്കും, ഈ മ്ലാത്തിച്ചേടത്തിക്ക് കത്തുകൾ വരാറുണ്ടല്ലോ, ഈ 6 വർഷത്തിനിടയ്ക്ക് 14 കത്തുകൾ കുരിയച്ചൻ മ്ലാത്തിച്ചേടത്തിക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ, നീ അത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിയൂസ് പറയും, ഞാനത് വായിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, വെറും ക്ഷേമ അന്വേഷണങ്ങൾ മാത്രം, അല്ലാതെ കുരിയച്ചൻ എവിടെയാണെന്ന് കണ്ടെത്താൻ മാത്രമുള്ള തെളിവൊന്നും ആ കത്തിലില്ല. മാത്രമല്ല അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വായിച്ച ശേഷം മാത്രമേ ആ കത്ത് മ്ലാത്തിച്ചേടത്തിക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ അയാൾ
എവിടെയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് പോലീസിനോടായിരിക്കും. കഴിഞ്ഞ തവണ കുറച്ച് നക്സലൈറ്റുകാർ വന്ന് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് എന്നെ ഉപദ്രവിച്ചിട്ട് പോയി. അതുകൊണ്ട് പോലീസിലായിരിക്കും ഞാൻ പറയുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടാതിരിക്കില്ല. നമുക്ക് പൈസ തന്നെയാണ് വലുത് എന്ന് പിയൂസ് പറയുമ്പോൾ നേവിക്കാരൻ അവനോട് പറയും, അങ്ങനെ നിനക്ക് കുര്യച്ചനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നീ പോലീസിന് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് നീ എന്നെ വിളിച്ചു പറയണം. ഞാൻ നിനക്ക് ഈ പോലീസുകാര് തരുന്നേക്കാൾ കൂടുതൽ പ്രതിഫലം തരും എന്ന് പറഞ്ഞ് അവന് കുറച്ച് പൈസയും എടുത്തു കൊടുക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ മ്ലാത്തിച്ചേടത്തിയുടെ വീട്ടിലേക്ക് അയാൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിയൂസ് ഇവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിയ ശേഷം തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്നു. അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടിയോടും അവൻ നടന്ന കാര്യങ്ങളെല്ലാം അപ്പൂട്ടിയുടെ അടുത്ത് പറയും. അപ്പൂട്ടി അപ്പോൾ പറയും, ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് വേറൊരാള് കുര്യച്ചനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ യാതൊരു വിവരവും ഇപ്പൊ കിട്ടാനില്ല. അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഈ കുര്യച്ചന് ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ വെറുപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്. ആരൊക്കെയാണ് അന്വേഷിച്ചു വരുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. പിയൂസ് പറയും, ആ നേവിക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ നേവിക്കാരനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കേസ് കുര്യച്ചൻ അറിയാമായിരിക്കും. കുര്യച്ചൻ പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ ഈ നേവിക്കാരന്റെ കള്ളത്തരം ഒരുപക്ഷെ പുറത്തു വരും. അങ്ങനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പോലീസിന് കിട്ടുന്നതിന് മുമ്പ് ഈ നേവിക്കാരൻ അയാളെ തപ്പി ഇറങ്ങിയത്. ഇത് കേൾക്കുമ്പോ അപ്പൂട്ടിയും പറയും, ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം ഇയാൾക്ക് പോലീസുകാരും ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഈ നായകളെയെല്ലാം ട്രെയിൻ ചെയ്യിച്ച് പോലീസിനും മറ്റുമൊക്കെ ഇയാൾ കൈമാറിയിരുന്നു. പക്ഷെ ഈ നേവിയിലൊക്കെ ഡോഗ് സ്ക്വാഡ് ഉണ്ടോ? അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലല്ലോ. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ബന്ധമായിരിക്കും എന്ന് അയാൾ പറയുന്നു. ശേഷം അപ്പൂട്ടിയും പിയൂസും കൂടെ അവിടുന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആ പോസ്റ്റിൽ നിന്നും കുറച്ചകലെ മാറി ബൾബ് പൊട്ടിക്കിടക്കുന്നത് കാണും. അപ്പൂട്ടിയോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അപ്പൂട്ടി പറയുന്നത് ബൾബ് മാറ്റാൻ വേണ്ടി കയറിയ സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടിയതായിരിക്കും. പിയൂസ് പറയും, അത് താഴെ വീണ് പൊട്ടിയതാണെങ്കിൽ ആ പോസ്റ്റിന്റെ ചുവട്ടിലല്ലേ കാണേണ്ടത്, എന്നാൽ ഇത് അവിടുന്ന് ദൂരെ മാറിയാണ് കിടക്കുന്നത്. ഒരുപക്ഷെ ആർക്കെങ്കിലും അയാൾ സിഗ്നൽ കൊടുത്തതായിരിക്കാം. ഒരാൾ ഇവിടുന്ന് കയറിപ്പോകുന്നു ഞാൻ കണ്ടു. പിയൂസ് വളരെ ധൃതിപ്പെട്ട് മ്ലാത്തിച്ചേടത്തിയെ തേടി കാട്ടുകുന്നിലേക്ക് കയറിപ്പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരാൾ അവിടുന്ന് ഇറങ്ങി വരുന്നത് കാണും. പിയൂസ് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതാരാണ് എന്നുള്ള കാര്യം പിയൂസിന് അപ്പോ മനസ്സിലാകുന്നില്ല. അതുകൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കും പിയൂസിന് വീണ്ടും ടെൻഷനാകും. അവൻ ഓടി മ്ലാത്തിച്ചേടത്തിയുടെ വീടിനടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ മ്ലാത്തിച്ചേടത്തിയെ കാണാനില്ല. അവൻ അവിടെയെല്ലാം വിളിച്ചു നടക്കും. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ മ്ലാത്തിച്ചേടത്തി അവിടെയുണ്ട്. അവര് ആ പട്ടീനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പിയൂസിന് ഒരു ആശ്വാസമാകുന്നത്. ഈ സമയത്ത് നേവിക്കാരനും റിട്ടയർഡ് പോലീസുകാരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റിട്ടയർഡ് പോലീസുകാരന്റെ പേര് പാപ്പച്ചൻ എന്നാണ്. അയാൾക്കും കുര്യച്ചനോട് വൈരാഗ്യമുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് കുറെ നക്സലൈറ്റുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതില് കുര്യച്ചൻ ഇവരുടെ അടുത്ത് വന്ന് ഈ നക്സലൈറ്റുകളെയെല്ലാം ഒരു മുറിയിലടച്ച് കുറച്ച് പട്ടികളുമായി ആ മുറിയിൽ കയറി. അത് കഴിഞ്ഞ് എന്ത് ക്രൂരതയാണ് ആ മുറിക്കുള്ളിൽ നടന്നത് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. എന്നാൽ അത് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ എന്നാണ് പാപ്പച്ചൻ പറയുന്നത്. കാരണം അയാൾ വളരെ സൈക്കോയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അയാളൊരു വൈരാഗ്യം അന്നു മുതലേ ഉണ്ട്. ഈ നേവിക്കാരൻ അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുര്യച്ചനെ പിടിക്കാൻ വേണ്ടി അയാൾ കൂടെ നിൽക്കാമെന്ന് പാപ്പച്ചൻ നേവിക്കാരനോട് പറയുന്നു. മാത്രമല്ല അയാളെ അന്വേഷിച്ചു വരുന്ന ശത്രുക്കളിൽ ഈ നക്സലൈറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഇന്നുവരെ അയാളെ പിടികിട്ടിയിട്ടില്ല. അയാൾക്ക് കൂട്ടിനായിട്ട് നായ്ക്കളുണ്ട്. അത്രയധികം ട്രെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ നായ്ക്കളെ. അതുകൊണ്ടാണ് ഈ മ്ലാത്തിച്ചേടത്തിന് ഇട്ടിട്ട് അയാള് ഊരി തണ്ടാൻ പോകുന്നത്. കാരണം അവര് സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേവിക്കാരൻ പറയുന്നുണ്ട്, ഒരു ചതി പറ്റിയെന്ന് തോന്നുന്നു, കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല. അവർ രണ്ടുപേരും പേടിച്ചു പോകും. എന്നാൽ നേവിക്കാരൻ ബുദ്ധിപരമായിട്ട് ആ കാറ് കുറെ ഓടിച്ചു കൊണ്ടുപോയി അതിന്റെ സ്പീഡ് ഏകദേശം കുറഞ്ഞു കഴിയുമ്പോൾ ഒരു മരത്തിൽ ഇടിപ്പിച്ച് നിർത്തും. അതിനുശേഷം അയാൾ പറയും, കുര്യച്ച നിന്നെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അയാൾക്ക് ഈ കുര്യച്ചനോട് എന്തോ വൈരാഗ്യമുണ്ട്. അതല്ലെങ്കിൽ ഈ കുര്യച്ചനെ കിട്ടിയിട്ട് എന്തോ വലിയ കാര്യമുണ്ട്. അതല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാകില്ല. അങ്ങനെ ആ സംഭവത്തോടു കൂടി കുര്യച്ചൻ അവിടെ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം ഇവർ ഉറപ്പിക്കുന്നു. അടുത്തുള്ള മലകളിലോ മറ്റോ അയാൾ ഉണ്ടാവുക. അയാളായിരിക്കണം ഈ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മ്ലാത്തിച്ചേടത്തിയുടെ മകൻ അവരെ കാണാൻ വേണ്ടി വരുന്നു. പിയൂസ് അയാളെ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല. അപ്പൂട്ടി ചോദിക്കുന്നുണ്ട്, ഇയാളാണ് നിനക്ക് കാശ് തരുന്നത്, എന്നിട്ടും ഇയാളെ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിയൂസ് പറയുന്നു, എനിക്ക് ആരെയും നേരിട്ട് പരിചയമൊന്നുമില്ല. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വേറെ ആളുകൾ മുഖേനയാണ് ഞാൻ ഇവിടെ എത്തിയത്. മ്ലാത്തിയുടെ മകൻ വന്നിട്ടുള്ളത് ആ സ്ഥലം വിൽക്കാനും മ്ലാത്തിച്ചേടത്തിയെ അവിടുന്ന് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. ഇനി അവരുടെ കൂടെ താമസിക്കാൻ മ്ലാത്തിച്ചേടത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ ടൗണിൽ വേറെ വീടെടുത്തു കൊടുക്കാം, അവിടെ താമസിച്ചോളാൻ പറയുന്നു. കാരണം ഈ കുര്യച്ചന് വേറെയും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ സ്ഥലം കേസിൽ പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു 150 ഏക്കർ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അമ്മേനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ
വേണ്ടിയിട്ടാണ് അയാൾ വന്നത്. എന്നാൽ മ്ലാത്തി ചേട്ടത്തിക്ക് ആ വീട് വിട്ടു പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കാരണം കുര്യച്ചന്റെ ഓർമ്മകളെല്ലാം അവിടെയാണ്. പിന്നെ അവർക്ക് കൂട്ടായിട്ട് കുറച്ച് പട്ടികളുമുണ്ട്. അവർക്കത് മതിയായിരുന്നു. അയാൾ പോകാൻ ഇറങ്ങാൻ നേരം പിയൂസിനെ വിളിച്ചിട്ട് മ്ലാത്തി ചേട്ടത്തിയോട് സംസാരിക്കാൻ പറയും. അവൻ ആദ്യം നിന്ന് പരിങ്ങുമെങ്കിലും അയാൾ കുറച്ച് പൈസ അവന്റെ കൈ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ, നീ എങ്ങനെയെങ്കിലും അമ്മേനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം, നീ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കേട്ടെന്നിരിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പട്ടികളെല്ലാം വന്ന് പ്രസവിക്കുന്നത് ഈ മ്ലാത്തിച്ചേടത്തിയുടെ വീടിനടുത്താണ്. അവര് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിട്ട് അവിടെ നിന്നും പോകും. പിയൂസ് ഇത് കാണുമ്പോൾ വേറെ രണ്ടുപേര് പട്ടിക്കുഞ്ഞിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവർക്ക് കൊടുക്കട്ടെ ഇതിലൊരെണ്ണത്തിന് എന്ന് മ്ലാത്തിച്ചേടത്തിയോട് ചോദിക്കും. മ്ലാത്തിച്ചേടത്തി അത് വേണ്ടാന്ന് പറയുമ്പോ പിയൂസ് പറയും, എന്നാൽ നമുക്കൊരു കൂടുണ്ടാക്കിയിട്ട് ആ കൂട്ടിലിട്ട് ഇതിനെ വളർത്താൻ പാടില്ലേ? മ്ലാത്തി പറയും, നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരോട് അധികാരം സ്ഥാപിക്കുന്ന പോലെ ആയി പോകും. നമ്മൾ ഇവരെ സ്വതന്ത്രരാക്കി വിടുക, കെട്ടിയിട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇവരും നമ്മളെപ്പോലെ തന്നെയാണ്. മ്ലാത്തി ചേട്ടത്തിക്ക് ആ പട്ടികളെ പുറത്താർക്കും കൊടുക്കുന്നതും കെട്ടിയിട്ട് വളർത്തുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല. മാത്രമല്ല ഈ കുര്യച്ചന് പട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. അങ്ങനെ മലേഷ്യയില് പട്ടികളെ തേടി വന്ന സമയത്താണ് മ്ലാത്തി ചേട്ടത്തിനെ ആദ്യമായിട്ട് കുര്യച്ചൻ കാണുന്നത്. അങ്ങനെ അന്ന് നടന്ന കഥകളെല്ലാം പിയൂസിനോട് അവര് പറയുകയാണ്. ഒരു പ്രത്യേക ഇനം ബ്രീഡിൽപ്പെട്ട പട്ടികളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കുര്യച്ചനും കുര്യച്ചന്റെ ഫ്രണ്ട് മോഹൻ പോത്തനും കൂടെ മലേഷ്യയിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച ഒടുവില് മ്ലാത്തി ചേട്ടത്തിയുടെ വീട്ടിലെത്തുന്നു. മ്ലാത്തി ചേട്ടത്തിയുടെ ശരിക്കുള്ള പേര് സോയി എന്നാണ്. അവരെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് മ്ലാത്തി എന്ന് നാട്ടുകാരിട്ട പേരാണ്. അങ്ങനെ സോയിയുടെ വീട്ടിൽ വന്ന കുര്യച്ചനും പോത്തനും അവിടെ താമസിച്ച് ആ നായ്ക്കളെ പറ്റിയും അവരെ പറ്റിയും പഠിക്കുന്നു. സോയിയുടെ ഭർത്താവ് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത നായ്ക്കളാണ് അവിടെയുള്ളത്. അയാൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതും വീട്ടുജോലികൾ വരെ ചെയ്യുന്നതും ആ പട്ടികളാണെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുജോലികൾ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിയല്ല കേട്ടോ, ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുന്നതും മറ്റുമായ കാര്യങ്ങൾ. അങ്ങനെ ഒരു മനുഷ്യന് പകരം വെക്കാൻ പറ്റുന്ന നായ്ക്കൾ. ഇത് കാണുന്നതോടെ കുര്യച്ചന് ഇതിൽ വലിയ കമ്പം ഉണ്ടാകും. അങ്ങനെ സോയിയുടെ ഭർത്താവിനെ പോലെ തന്നെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ് കുര്യച്ചൻ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സോയിയുടെ ഭർത്താവ് കുര്യച്ചനും മോഹൻ പോത്തനും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോഹൻ പോത്തനും കുര്യച്ചനും തിരികെ വീട്ടിലെത്തുന്നു. ആ സമയത്ത് സോയി മാത്രമേ വീട്ടിലുള്ളൂ. ഇവര് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നായ്ക്കൾ മുഴുവൻ ചുറ്റും കൂടി നിന്ന് ഇവരെ എതിർക്കുന്നു. എന്നാൽ കുര്യച്ചന് സോയിയോട് എന്തോ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇവര് വന്നേക്കുന്നത്. മോഹൻ പോത്തൻ അവിടെ നിന്നത് വിളിച്ചു പറയാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും കുര്യച്ചൻ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിളിച്ചു പറയേണ്ടതല്ല, അത് അവരെ നേരിൽ കണ്ടു തന്നെ പറയണം. അങ്ങനെ കുര്യച്ചൻ വാശിയിൽ നിൽക്കുകയാണ്. ഈ പട്ടികളാണെങ്കിൽ അവരെ അതിന്റെ അടുത്ത് പോലും അടുപ്പിക്കുന്നില്ല. പല രീതിയിലും അവര് അതിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പട്ടികൾ ആ പ്രദേശത്തേക്കേ ഇവരെ അടുപ്പിക്കുന്നില്ല. സോയിനെ ഉറക്കെ വിളിച്ചു കഴിയുമ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങും. പക്ഷേ പട്ടികൾ അവിടെയും തടയും. സോയിനെ പുറത്തിറക്കാൻ വേണ്ടി പട്ടികൾ സമ്മതിക്കുന്നില്ല. അവള് കാലെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ ആ പട്ടികൾ കാലിൽ കടിക്കുന്നു. അങ്ങനെ മുറിവേറ്റ സോയി അവിടെ വീഴും. അവൾ തിരിച്ചാ വീട്ടിലേക്ക് കയറിപ്പോകും. മോഹൻ പോത്തൻ പറയും, അയാൾ ആ പട്ടികളെ വളരെയധികം ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളെ പുറത്തിറങ്ങാനും സമ്മതിക്കത്തില്ല, ഒരാളെ അകത്തേക്ക് കയറാനും സമ്മതിക്കില്ല. ഒരുപക്ഷെ ആ ധൈര്യത്തിലായിരിക്കും അയാള് ഇവളെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുള്ളത്. നീ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോരെ, ഞാൻ എന്തായാലും പോകുക എന്ന് പറഞ്ഞ് മോഹൻ പോത്തൻ അവിടുന്ന് പോരും. കുര്യച്ചൻ രാവും പകലും ഇല്ലാതെ 3-4 ദിവസം അവിടെ നിൽക്കും. അയാള് വലഞ്ഞിട്ടും ആ പട്ടികൾ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ബാച്ച് തിരിച്ച് വന്നാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കുറച്ചുപേര് നിന്ന് മടുത്തു കഴിയുമ്പോൾ അവര് പോയിട്ട് അടുത്ത സെക്ഷൻ വരും. ഈ പട്ടികൾ ഇവിടുന്ന് മാറുന്ന ലക്ഷണമില്ല. മോഹൻ പോത്തൻ അവരോട് പറയാൻ വന്ന കാര്യം അവരുടെ ഭർത്താവ് ബ്രിട്ടീഷ് ആക്രമണത്തിൽ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോയിയെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് പോയാൽ ആ നായ്ക്കൾ അവളെ വെളിയിലിറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഭക്ഷണം പോലും കിട്ടാതെ അവൾ അവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുര്യച്ചന് അവളെ വിട്ടച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. അയാൾ വീണ്ടും കാത്തിരുന്നു. അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നു കഴിയുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ പട്ടികളെയെല്ലാം വെടിവെച്ച് കൊല്ലും. അങ്ങനെ അതിനെയെല്ലാം കുഴിച്ചിട്ടിട്ട് സോയിയോടൊരു സോറിയും പറഞ്ഞ് ഉള്ള കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ മുന്നോട്ട് എന്തെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് കുര്യച്ചനൊരു പ്രതീക്ഷ അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ കുര്യച്ചന്റെ കൂടെ സോയി കേരളത്തിലേക്ക് വരികയാണ്. അതായത് ഈ കാട്ടുകുന്നിലേക്ക് വരികയാണ്. ഈ കഥയെല്ലാം പിയൂസിന്റെ അടുത്ത് മ്ലാത്തി ചേട്ടത്തി പറയും. അങ്ങനെ ആ സംഭവത്തോടു കൂടിയാണ് മ്ലാത്തി മലേഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതും ആ പ്രത്യേക ഇനത്തിൽപ്പെട്ട ബ്രീഡ് പട്ടികളെല്ലാം സോയിയുടെ ഭർത്താവ് ട്രെയിൻ ചെയ്ത പോലെ തന്നെ കുര്യച്ചൻ ട്രെയിനിങ് കൊടുത്ത് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം പിയൂസ് ഈ നേവിക്കാരന്റെ അടുത്തൊക്കെ പറയുന്നു. നടന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ അപ്പൂട്ടി പറയും, അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മോഹൻ പോത്തൻ തന്നെ ആയിരിക്കണം ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അയാളെ തേടി വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ അയാൾ ഇപ്പൊ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാളെപ്പറ്റി ഒരു വിവരവും കിട്ടാതെ അപ്പൂട്ടി ആ സ്ഥലത്ത് വീണ്ടും അന്വേഷിച്ചപ്പോ അവിടെ ചത്തുകിടക്കുന്ന ആ നായയാണ് കാണുന്നത്. പിന്നെ അയാളുടെ ഉപകരണങ്ങളെല്ലാം അവിടെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാൾ തിരിച്ചു വരാത്തത് കൊണ്ടും ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും ആയിരിക്കണം ആ നായ മരിച്ചിട്ടുണ്ടാവുക. പിന്നെ പോലീസിനെ അറിയിച്ച് കുറെ അന്വേഷണങ്ങൾക്കൊടുവിൽ ആ കൊക്കയിൽ നിന്ന് മോഹൻ പോത്തന്റെ ബോഡി കിട്ടുകയും ചെയ്തു. ഒരുപക്ഷെ കുര്യച്ചനായിരിക്കാം ഇവരെ കൊന്നത്. പിയൂസിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പിയൂസ് പറയുന്നത് അവൻ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല,
അറിയത്തില്ല അവൻ വരുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. എന്നാൽ മോഹൻ പോത്തന്റെ മരണത്തില് കുരിയച്ചന് പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂട്ടി പറയുന്നത് അവരുടെ സംസാരത്തിൽ അവർക്ക് ശത്രുതയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ മ്ലാത്തിച്ചേടത്തിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും അവർക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ മോഹൻ പോത്തൻ മ്ലാത്തിച്ചേടത്തിയെ കണ്ടിട്ടുണ്ടാകുമോ? അവരെ കാണണമെങ്കിൽ ആ കുന്നു കയറി പോകണം. ആ കുന്നു കയറി പോകണമെങ്കിൽ ആ പട്ടികൾ കടത്തിവിടണം. പട്ടികൾ കടത്തിവിടാതെ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ കാര്യവും ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയില്ല. ആ കുന്നിന്റെ തുടക്കം മുതൽ ആ വീടിന്റെ മുറ്റം വരെ ഗ്യാങ് തിരിച്ചാണ് കുരിയച്ചൻ ആ പട്ടികളെ കാവൽ നിർത്തിയിരിക്കുന്നത്. ഒരു സെക്ഷൻ മറികടന്ന അകത്തേക്ക് കയറാന്ന് വിചാരിച്ചാൽ അടുത്ത സെക്ഷൻ വരും. അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന പോലെയാണ് ആ വീട്ടിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് അത്രയും മറികടന്ന് അവിടെ എത്താൻ ഒരുപക്ഷെ മോഹൻ പോത്തനായിട്ടുണ്ടാവില്ല. പിയൂസിനും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം പിയൂസ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരം രണ്ടുപേര് അയാളെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നു. പത്തനംതിട്ടയിലെ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിയൂസിന്റെ വീടെന്നാണ് എല്ലാവരുടെ അടുത്തും അവൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ പറയും, അങ്ങനെ നിന്റെ വീട് അന്വേഷിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നിന്റെ വീടും ഇല്ല, നിന്നെപ്പറ്റി അവിടെയുള്ള ആളുകൾക്കും അറിയത്തില്ല. എന്നാലൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ മുറിയൊക്കെ എടുത്ത് ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരാളെ അവിടെയില്ല, അങ്ങനെ ഒരു വീടും അവിടെയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. അപ്പൊ ശരിക്കും നീ ആരാ എന്ന് അവര് ചോദിക്കുന്നു. പിയൂസ് എന്ന് പറയുന്ന ഒരാളെ അവിടെ ആർക്കും അറിയത്തില്ല. നീ എന്തിനാണ് ഈ കള്ളപ്പേരും പറഞ്ഞ് ഇവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അതെന്താവശ്യം തന്നെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. കാരണം പല നാട്ടിൽ നിന്നും പലതരത്തിലുള്ള ആളുകൾ കുരിയച്ചനെ തേടി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം കുരിയച്ചന്റെ ശത്രുക്കളാ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് നിന്നാ മതി എന്ന് പിയൂസിനോട് അവർ പറയുന്നു. ഇതെല്ലാം കേട്ട് പിയൂസ് ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം അവനൊരു കള്ളപ്പേരിലാണ് അവിടെ വന്ന് താമസിക്കുന്നതെന്നുള്ള കാര്യം ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു. അവര് വീണ്ടും പറയും, നിന്റെ ഈ കള്ളത്തരം ഒന്നും പുറത്ത് പറയാതിരിക്കണമെങ്കിൽ നീയും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക. ഞങ്ങളും കുരിയച്ചനെ അന്വേഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പോലീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അയാളെ കണ്ടുപിടിക്കണം. പിന്നെ ആ മോഹൻ പോത്തനെ കൊന്നത് നീയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്നവര് പറയുമ്പോൾ അവനൊന്ന് പതറും. എങ്കിലും മറുപടി ഒന്നും പറയാതെ അവൻ തിരിച്ചവിടുന്ന് കയറിപ്പോകും. ഈ മോഹൻ പോത്തനെ പിയൂസിന് പരിചയമുണ്ട്. അയാളെ ഇവൻ കണ്ടിട്ടുമുണ്ട്. അവൻ വരുന്ന സമയത്ത് അയാൾ ജീവനോടെ ഉണ്ട്. മോഹൻ പോത്തൻ റൂം എടുത്ത അതേ ദിവസം തന്നെ പിയൂസും അവിടെ വന്ന് റൂം എടുത്തിരുന്നു. അയാളെ ഫോളോ ചെയ്ത് അയാൾ പോയ സ്ഥലത്തെല്ലാം അവനും പോയി. മോഹൻ പോത്തൻ അറിയാതെയാണ് ഇവൻ പോകുന്നതെങ്കിലും അയാൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിയൂസിനെ മോഹൻ പോത്തൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കും. ഒളിച്ചും പാത്തും നീ എന്റെ പുറകെ നടക്കണ്ട, നീ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കാൻ പറയും. നീ ഇങ്ങനെ പാത്തും പതുങ്ങി എന്റെ പുറകെ ഇത്ര ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ വേണ്ടത്. എനിക്ക് തോന്നുന്നത് നിനക്ക് കുരിയച്ചനെയും കൂടി ആവശ്യമാണെന്നാണ്. ഒരുപക്ഷെ ഞങ്ങൾ രണ്ടും കൂടി ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യത്തില് നീ എന്നോട് പകരം ചോദിക്കാൻ വേണ്ടി വന്നതാകാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ ആവശ്യമുണ്ട്, കുരിയച്ചനെ ആവശ്യമുണ്ട്. പിയൂസ് പറയും, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റേയാളെ പെട്ടെന്ന് കിട്ടുമല്ലോ. അയാൾ പറയും, അതൊക്കെ അങ്ങ് പണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഒരു 6 വർഷം മുമ്പ് ഒരു കള്ളക്കേസിൽ കുടുക്കി എന്നെ അയാൾ ജയിലിലാക്കി. അങ്ങനെ ഒരു ജയിൽവാസവും കഴിഞ്ഞാണ് ഞാൻ പുറത്തു വരുന്നത്. അവൻ പോയപ്പോ ഒരു 8ന്റെ പണിയും എനിക്ക് തന്നിട്ടാണ് പോയത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ കുരിയച്ചൻ ഒരു ഫോറസ്റ്റ് ഓഫീസറിന്റെ എന്തോ കേസിൽപ്പെട്ട് ഒളിവിൽ പോയി. ആ സമയത്ത് മാസങ്ങളോളം അയാൾ ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു. അത് എവിടെയാണെന്നുള്ള കാര്യം പുറം ലോകം അറിഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് അയാള് അറിയാതെ അത് എന്റെ അടുത്ത് പറഞ്ഞു. ഒരു വലിയ ഗുഹ, വറ്റാത്ത ഒരു ഉറവ, കാട്ടിൽ നിന്നും പഴങ്ങളും മറ്റും ശേഖരിച്ചു കൊണ്ടേ കൊടുക്കാൻ നായ്ക്കൾ. ഇതാണ് കുരിയച്ചന്റെ പട്ടാളം. ഈ നായ്ക്കളെ അത്രയധികം ട്രെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കുരിയച്ചൻ. അങ്ങനെ ഈ ഫോറസ്റ്റ് ഓഫീസറിന്റെ കേസുകളെല്ലാം തീർന്ന് പരാതിയില്ല എന്നുള്ള കാര്യങ്ങളും എഴുതി ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് കുരിയച്ചൻ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും വെളിയെ വന്നത്. എന്നാൽ ആ ഗുഹ എവിടെയാന്നുള്ള കാര്യം മാത്രം എനിക്കറിയത്തില്ല. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കുരിയച്ചനെ കണ്ടെത്താൻ കഴിയും. മോഹൻ പോത്തൻ പിയൂസിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അത് കുടിക്കാതെ കളയുന്നു. കാരണം അവനും ആരെയും വിശ്വാസമില്ല. മോഹൻ പോത്തൻ പറയും, എനിക്ക് അവനെ കണക്ക് തീർക്കാനുണ്ട്. അവനെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഒരുപക്ഷെ മ്ലാത്തിയെ കാണാൻ വേണ്ടി അവൻ രാത്രി വല്ലയും കുന്നിമുകളിൽ വരുമായിരിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ അവനെ പിടിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ അവൻ ഓടി രക്ഷപ്പെടും. പട്ടികൾ നമ്മളെ പൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവനെ പിടിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള കാര്യം ഡീൽ ചെയ്താൽ പോരെ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് പട്ടിയുടെ കുര കേൾക്കും. അതെന്താണെന്ന് അറിയാൻ വേണ്ടി മോഹൻ പോത്തൻ അവിടേക്ക് ഓടിച്ചെല്ലും. അങ്ങനെ അയാൾ അവിടെയെല്ലാം ബൈനോക്കുലർ എല്ലാം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു വലിയ കൊക്കയുടെ മേളിൽ നിന്നാണ് ഇയാൾ ഇതെല്ലാം നോക്കുന്നത്. ആ സമയത്ത് പിയൂസിനെ മറികടന്ന് പട്ടികൾ ഇയാളുടെ നേരെ ചെല്ലുകയാണ്. പിയൂസ് അപകടം മനസ്സിലാക്കി ഇയാളെ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ആ പട്ടികൾ ഇയാളെ തള്ളി താഴെയിടും. അങ്ങനെയാണ് മോഹൻ പോത്തൻ മരിക്കുന്നത്. പിന്നീട് മോഹൻ പോത്തൻ ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം കിട്ടാതെ ആ പട്ടിയും ചത്തുപോകും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പിയൂസ് അവിടെ ജോലിക്ക് വേണ്ടി വരുന്നത്. ഇപ്പോഴീ പിയൂസ് ആരാണെന്നും അവൻ എന്തിനാണ് പേര് മാറി അവിടെ വന്നതെന്നും മോഹൻ പോത്തനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്തിനാണെന്നും കുരിയച്ചനെ തേടുന്ന എന്തിനാണെന്നും ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ പിയൂസിനെ പറ്റി നേവിക്കാരൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരൊരു തിയേറ്ററിലിരുന്നാണ് സംസാരിക്കുന്നത്. പണ്ടൊരു സിനിമ ഇറങ്ങി. ആ സിനിമ ഒരാളുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുണ്ടെന്ന് പരാതി നൽകി കോടതിയിൽ
കോടതിയിൽ പോയി. അങ്ങനെ ആ കേസ് ജയിച്ച് അയാൾക്ക് ആ പൈസ കിട്ടുകയും ചെയ്തു. അയാളുടെ പേര് മണികണ്ഠൻ എന്നാണ്. ഏതാണ്ട് പിയൂസിന്റെ പ്രായം വരും. വർഷങ്ങൾക്ക് മുമ്പ് മണികണ്ഠന്റെ ജീവിതത്തിൽ നടന്ന ഒരു ദുരന്തം അതൊരു സിനിമയിൽ പരാമർശിച്ചതിനാണ് മണികണ്ഠൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ മണികണ്ഠൻ തന്നെയാണോ പിയൂസ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല എന്ന് അയാൾ പറയുന്നു. മാത്രമല്ല ഈ പിയൂസ് അയാൾക്ക് കിട്ടുന്ന പണം 2 പേർക്ക് അയക്കുന്നുണ്ട്. അതൊന്ന് ഇവൻ ഇവിടെ ജോലി കൊടുത്ത ഏജന്റിനും മറ്റേത് യഥാർത്ഥ പിയൂസിനും. അതായത് ഏജന്റ് കണ്ടെത്തിയ പിയൂസ് അല്ല ഇവിടെ ജോലി ചെയ്യുന്നത്. പിയൂസിനുള്ളത് പിയൂസിന്റെ വീട്ടിലും ഏജന്റിനുള്ളത് ഏജന്റിന്റെ കയ്യിലും എത്തുന്നത് കൊണ്ട് ഇയാൾ ഇവിടെ ഇപ്പോഴും സേഫ് ആണ്. പക്ഷെ മണികണ്ഠനാണോ പിയൂസ് എന്നുള്ള കാര്യം ഉറപ്പില്ല. എന്നാൽ പിയൂസ് എന്നുള്ളത് അയാളുടെ ഒറിജിനൽ നെയിം അല്ല. അയാൾ ഒരു ഫേക്ക് നെയിമിൽ ഇവിടെ താമസിക്കുന്നതാണ്. പിയൂസ് മ്ലാത്തി ചേട്ടത്തിക്ക് പാല് തിളപ്പിച്ച് കൊണ്ട് കൊടുക്കുന്നു. അതേ സമയത്ത് അവൻ പോയി കഴിഞ്ഞ ശേഷം മ്ലാത്തി ചേട്ടത്തി ആ പാല് ആ ടേബിളിൽ ഒഴിച്ച് ഉറുമ്പുകളെ കൊണ്ട് ആദ്യം കുടിപ്പിക്കും. അതിനുശേഷം വിഷമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവർ ആ പാല് കുടിക്കത്തുള്ളൂ. അതായത് പിയൂസിനെ ഇപ്പോഴും മ്ലാത്തി ചേട്ടത്തിയും വിശ്വസിച്ചിട്ടില്ല. അവിടുന്ന് സീൻ കട്ടാകുമ്പോൾ അടുത്ത സീനില് പിയൂസ് ആ 2 പരിചയക്കാരില്ലേ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിയൂസ് വന്ന നാൾ മുതൽ കുര്യച്ചൻ അന്വേഷിക്കുന്നതാണെങ്കിലും ഇതുവരെ കുര്യച്ചനെ പറ്റി യാതൊരു വിവരവും അവന് കിട്ടിയിട്ടില്ല. എന്നാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മ്ലാത്തി ചേട്ടത്തിയെ അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ച അവർക്ക് പിയൂസിന് വിശ്വാസവുമില്ല. അവൻ കൊടുക്കുന്ന പാല് പോലും പാറ്റയ്ക്കും ഉറുമ്പിനും ഒക്കെ കൊടുത്ത ശേഷമാണ് അവരത് കുടിക്കുന്നത് എന്ന് അവരോട് പറയുന്നു. ഇതേ സമയത്ത് നേവിക്കാരൻ മോഹൻ പോത്തൻ താമസിച്ച ആ ലോഡ്ജിൽ പോയി അന്വേഷിച്ചു കഴിയുമ്പോൾ അവിടെ വേറെ ഒരാളും കൂടി റൂം എടുത്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അത് വേറെ ആരുമല്ല, ഈ പിയൂസ് തന്നെയാണ്. അവിടുന്ന് വീണ്ടും സീൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ പിയൂസും ഈ 2 പരിചയക്കാരും കൂടി വേറൊരു പ്ലാൻ ചെയ്യുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗുഹകളും ഇവര് പരിശോധിച്ചു കഴിഞ്ഞു. അതിലൊന്നും കുര്യച്ചന്റെ ഒരു പൊടി പോലും കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ ഇനി 1-2 ഗുഹകൾ കൂടി നോക്കാനുണ്ട്. പക്ഷെ അത് ഇവർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പിയൂസിനെയും കൂട്ടി അവർ ആ ഗുഹകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് സമയം വളരെ കുറവാണ്. പക്ഷേ നേരിട്ട് ഈ കുന്നുകളിൽ കൂടി ആ ഗുഹ അന്വേഷിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ നിറച്ച് കാവൽക്കാരൻ പട്ടികളാണ്. അതിന്റെ കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പിയൂസ് അവരോട് ചോദിക്കുന്നു. അന്ന് പിയൂസ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ പോയ സമയത്ത് മ്ലാത്തി ചേട്ടത്തിയുടെ വീട്ടിലേക്ക് കയറിപ്പോയത് ഇതിലൊരാളാണ്. അത് നിങ്ങളല്ലേ എന്ന് പിയൂസ് ചോദിക്കുമ്പോൾ അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ പിയൂസ് പറയുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചില്ലേ എന്റെ അടുത്ത്, അപ്പൊ ഞാനിതങ്ങ് ഉറപ്പിച്ചു. അപ്പോ നമുക്ക് ഈ ഗുഹകൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ കുന്നിന്റെ അടിവാരം വഴിയാണ് പോകാൻ പറ്റത്തുള്ളൂ. അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നാൽ ആ ഭാഗത്താണ് പട്ടികൾ അധികം ഇല്ലാത്തത്. കുന്നിന്റെ മുകളിൽ മുഴുവൻ പട്ടികളാണ്. അങ്ങനെ ആ വഴി ഗുഹകൾ അന്വേഷിച്ച് ഇവര് 3 പേരും കൂടി പോവുകയാണ്. നേവിക്കാരനും പാപ്പച്ചൻ പോലീസും കൂടെ ആ ലോഡ്ജിൽ നിന്നിറങ്ങി അപ്പൂട്ടീനെ ഫോളോ ചെയ്ത് പോയിരുന്നു. അങ്ങനെ അവര് നോക്കുമ്പോൾ അപ്പൂട്ടി കർണാടക ബോർഡറിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. നേവിക്കാരനും പാപ്പച്ചനും അപ്പൂട്ടിയോട് കാര്യം തിരക്കി കഴിയുമ്പോൾ അയാള് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. അവിടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണോ ഇവിടെ വന്ന് പോസ്റ്റ് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അപ്പൂട്ടി പറയുന്നത്, എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അങ്ങനെ ആ പോസ്റ്റ്മാൻ വരുന്ന സമയം വരെ നേവിക്കാരനും പാപ്പച്ചനും കൂടെ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ്മാൻ വന്ന ശേഷം അതില് അപ്പൂട്ടി പോസ്റ്റ് ചെയ്ത ആ കത്തെടുപ്പിക്കും. അത് തുറന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ അത് കുര്യച്ചൻ എഴുതിയ കത്താണ്. കുര്യച്ചൻ മ്ലാത്തി ചേട്ടത്തിക്ക് എഴുതിയ കത്താണ്. അങ്ങനെ അപ്പൂട്ടിയുടെ കള്ളം വെളിച്ചത്തായി. അപ്പൂട്ടിക്ക് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കുറച്ച് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അപ്പൂട്ടിയുള്ള സത്യങ്ങളെല്ലാം പറയും. വർഷങ്ങൾക്ക് മുമ്പ് കുര്യച്ചൻ ഒളിവിൽ പോകുന്ന സമയത്ത് ഈ കത്തുകളെല്ലാം എഴുതി അപ്പൂട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അത് ഓരോ ഡേറ്റില് പോസ്റ്റ് ചെയ്യേണ്ട കാര്യവും അപ്പൂട്ടിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ കത്തും ഓരോ തീയതിയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അത് എവിടുന്നൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പോലും കുര്യച്ചൻ അപ്പൂട്ടിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. അതല്ലാതെ വേറെ ഒന്നും അപ്പൂട്ടിക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം അപ്പൂട്ടി ഇവരുടെ അടുത്ത് പറയും. ഇവരും അത് വിശ്വസിക്കും. മ്ലാത്തി ചേട്ടത്തിക്ക് മാത്രമുള്ള കത്തുകളെ ഉള്ളോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂട്ടി പറയും, മ്ലാത്തി ചേട്ടത്തിക്ക് മാത്രമല്ല പലർക്കും ഉള്ള കത്തുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ അഡ്രസ്സിലേക്കെല്ലാം പല സമയത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അത് ആർക്കൊക്കെയാ പോകുന്നതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. നേവിക്കാരൻ ഇച്ചിരി ക്രൂരമായി പെരുമാറും. 2 പൊട്ടീര് വെച്ച് കൊടുത്തിട്ട് അപ്പൂട്ടിയോട് ഒന്നും കൂടെ ചോദിച്ചു കഴിയുമ്പോൾ അപ്പൂട്ടി കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. അതായത് ഈ കത്തുകൾ വരുന്നുള്ളത് കൊണ്ടാണ് കുര്യച്ചൻ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം അവര് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യുന്ന അപ്പൂട്ടിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുര്യച്ചൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഡൗട്ടാകും. അവർ 6 വർഷം മുമ്പ് കുര്യച്ചൻ ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ അപ്പൂട്ടിയോട് ചോദിച്ചറിയും. 6 വർഷങ്ങൾക്ക് മുമ്പ് കുര്യച്ചനും വേറൊരാളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്ത് കുര്യച്ചന്റെ കൂടെ ബോഡിഗാർഡായിട്ട് നിന്നിരുന്ന പയ്യൻ എതിരെ നിന്നിരുന്ന ആളെ കത്തി ഉപയോഗിച്ച് കുത്തും. എന്നാൽ കുര്യച്ചന് വേണ്ടിയാണ് അയാൾ അത് ചെയ്തതുകൊണ്ട് ആ കേസ് കുര്യച്ചന്റെ പേരിലാണ് വരുന്നത്. ആ കാരണം കൊണ്ടാണ് കുര്യച്ചൻ ഒളിവിൽ പോകുന്നത്. കുര്യച്ചൻ ഒളിവിൽ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മല കയറി ആ വീട്ടിലേക്ക് വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി അയാൾ ഒളിവിൽ പോയ ആ ഗുഹയിലേക്ക് തന്നെയാണ് താൻ വീണ്ടും പോകുന്നതെന്ന് കുര്യച്ചൻ അപ്പൂട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. ആ ഗുഹ
ഗുഹ എവിടെയാണെന്നുള്ള കാര്യം അപ്പൂട്ടിയോട് അയാൾ പറഞ്ഞില്ല. കാരണം പോലീസുകാർ വന്ന് അപ്പൂട്ടിയെ നന്നായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറിയാതെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുരിയച്ചൻ പിടിയിലാകും. അതുകൊണ്ടാണ് അപ്പൂട്ടിയുടെ അടുത്ത് അയാൾ അത് പറയാതിരുന്നത്. അങ്ങനെ കുരിയച്ചൻ പറഞ്ഞ ഒരു സ്ഥലത്ത് അപ്പൂട്ടി അയാളെ ഇറക്കി വിട്ട ശേഷം അപ്പൂട്ടി തിരികെ പോന്നു. കുരിയച്ചൻ എവിടേക്കാണ് പോയെന്നുള്ള കാര്യം അപ്പൂട്ടിക്ക് അറിയത്തില്ല. എന്നാൽ അന്ന് ആ കുത്തുകേസിലെ പ്രതിയായിരുന്ന പയ്യൻ മണികണ്ഠൻ എന്നാണോ അയാളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ അപ്പൂട്ടി പറയുന്നുണ്ട്, അവന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. കുരിയച്ചൻ എപ്പോഴും പയ്യൻ പയ്യൻ എന്നാണ് പറയാറുള്ളത്. അവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല എന്ന് അപ്പൂട്ടി പറയും. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മ്ലാത്തിച്ചേടത്തിയോട് നേരിട്ട് തന്നെ ചോദിച്ചാൽ മതിയാകൂ. അങ്ങനെ നേവിക്കാരനും പാപ്പച്ചനും കൂടെ മ്ലാത്തിച്ചേടത്തിയുടെ വീട് തേടി പോകുന്നു. ഇതേ സമയത്ത് പിയൂസും കൂടെയുള്ള രണ്ടുപേരും കൂടെ ആ മഴ അടിവാരത്തൂടി ഗുഹ അന്വേഷിച്ചു പോവുകയാണ്. മ്ലാത്തിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നേരം പട്ടികളെല്ലാം കൂടി നേവിക്കാരനെയും പാപ്പച്ചനെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അവരവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, ചേട്ടത്തി ഞങ്ങൾക്ക് അകത്തേക്ക് വരണം, ഈ പട്ടികളെ ഒന്ന് വഴിമാറ്റി തരണമെന്ന് പറയും. മ്ലാത്തി ചേട്ടത്തി പറഞ്ഞു കഴിയുമ്പോൾ ആ പട്ടികൾ അവിടെ നിന്ന് മാറിക്കൊടുക്കും. അങ്ങനെ മ്ലാത്തിയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും എത്തും. മ്ലാത്തി ചേട്ടത്തിയോട് പാപ്പച്ചൻ പറയുന്നത് സാറ് പോലീസിൽ നിന്നാണ്, കുരിയച്ചന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്നും അയാൾ പറയുന്നു. പിയൂസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ മ്ലാത്തി പറയും, അവൻ കുറച്ചു ദിവസം നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി, എന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് അവർ പറയുന്നു. പിയൂസ് നാട്ടിൽ പോവുകയാണെന്ന് കള്ളം പറഞ്ഞാണ് ഈ 3 പേരുടെ കൂടെ കുരിയച്ചനെ തപ്പി ഇറങ്ങിയിരിക്കുന്നത്. മ്ലാത്തിക്ക് മോഹൻ പോത്തനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, എനിക്ക് അയാളെ പരിചയമുണ്ട്, ഒരു തവണ അയാൾ ഇവിടെ വന്നിട്ടുമുണ്ട് എന്ന് പറയും. എന്നാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ ഇവിടെ വന്നത് എന്ന് മ്ലാത്തി ചേട്ടത്തി അവരോട് പറയുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു കേസിൽപ്പെട്ട് അകത്തു പോയിരുന്നു, അതായത് മോഹൻ പോത്തൻ. ഈ മോഹൻ പോത്തനെ പെടുത്തിയത് കുരിയച്ചനാണ്. അതിനെപ്പറ്റി അറിയാവോ എന്ന് മ്ലാത്തിയോട് ചോദിക്കും. മാത്രമല്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് അയാളുടെ ബോഡി ആ കൊക്കയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതൊക്കെ അറിഞ്ഞായിരുന്നോ എന്ന് മ്ലാത്തിയോട് ചോദിക്കുമ്പോൾ അവർ പറയും, ബോഡി കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, പിന്നെ കേസിന്റെ കാര്യം അത് അകത്തു പോയത് മോഹൻ പോത്തനാണ്, എന്നാൽ ആരാരെപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ കുരിയച്ചൻ എന്നോട് വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ സ്നേഹത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ നിങ്ങളുടെ ഡൗട്ട് ഞാൻ അയാളെ കൊന്നോ എന്നല്ലേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് മ്ലാത്തി അവരോട് പറയും. ഇതേ സമയത്ത് കുരിയച്ചൻ അന്വേഷിച്ച് നടക്കുന്ന ഈ 3 പേരും ആകെ ക്ഷീണിച്ചു. അവരുടെ കയ്യിലാണെങ്കിൽ വെള്ളവുമില്ല. പിയൂസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അവർക്ക് കൊടുക്കും. അതിനുശേഷം നടന്നു പോകുമ്പോൾ അവർ ചോദിക്കും, ഈ പട്ടികൾ നിന്നെ ഒന്നും ചെയ്യാത്ത എന്താണ്? പിയൂസ് അവരോട് പറയും, ഞാൻ വന്ന സമയത്ത് ആ പട്ടികൾ എന്നെ ഓടിച്ചൊരു മരത്തിന്റെ മേളിൽ കയറ്റിയതാ. അതിനുശേഷം കുറെ വിളിച്ചു കഴിഞ്ഞപ്പോ മ്ലാത്തിച്ചേടത്തി ഇറങ്ങി വന്നു കഴിഞ്ഞാണ് ആ പട്ടികൾ എന്നെ ഒന്ന് താഴെ ഇറക്കിയത്. പിന്നെ കണ്ടു പരിചയമായതുകൊണ്ട് ഇപ്പൊ പട്ടികൾ എന്നെ ഒന്നും ചെയ്യാറില്ല. ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നേവിക്കാരനും പാപ്പച്ചനും വീണ്ടും മ്ലാത്തിച്ചേടത്തിയോട് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നടന്ന കാര്യങ്ങൾ മ്ലാത്തിച്ചേടത്തി ഓർക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് മോഹൻ പോത്തൻ അവിടെ വന്നിരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് മോഹൻ പോത്തനെ ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടി കുരിയച്ചൻ ശ്രമിക്കുന്നതായിട്ട് അയാള് മ്ലാത്തിയോട് പരാതി പറയുന്നു. തനിക്കിങ്ങനെ അധികം കാലം ഒളിച്ചു കഴിയാനായിട്ട് പറ്റത്തില്ല, കുരിയച്ചൻ എവിടെയാണെന്ന് പറയാൻ മ്ലാത്തിയോട് പറയുന്നു. എന്നാൽ മ്ലാത്തി പറയുന്നത് കുരിയച്ചൻ എവിടെയാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല എന്നാണ്. ആകെ ദേഷ്യത്തിലായിരുന്ന മോഹൻ പോത്തൻ അവരോട് വേറെ കുറെ സത്യങ്ങളും പറയും. കുരിയച്ചന് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട്, എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള സ്നേഹമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ കുരിയച്ചൻ വന്ന സമയത്ത് ഇന്നത്തെ മ്ലാത്തി അന്നത്തെ സോയി ആയിരുന്നല്ലോ, സോയിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായേനെ ട്രെയിൻ ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നത് കുരിയച്ചന് അത്ര രസിച്ചില്ല. അയാൾക്ക് ഈ സോയിയുടെ ഭർത്താവിനോട് വൈരാഗ്യം തോന്നി. ആ പ്രൊട്ടക്ഷൻ എല്ലാം തകർത്ത് സോയിനെ അവിടുന്ന് കൊണ്ടുപോരണമെന്ന് കുരിയച്ചനൊരു വാശിയായിരുന്നു. അതുകൊണ്ട് യോസിയ എന്ന് പറയുന്ന മ്ലാത്തിയുടെ ഭർത്താവ് ആ 2ാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ആ യുദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ്. അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി കുരിയച്ചൻ ജയിലിലാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അയാൾ മരിച്ചുവെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് മ്ലാത്തിയുടെ വീട്ടിലേക്ക് അവര് വന്നത്. അത് പട്ടികൾ അന്നേ മനസ്സിലാക്കിയ കൊണ്ടായിരിക്കണം കുരിയച്ചനെ ആ പരിസരത്തേക്കേ അടുപ്പിക്കാതിരുന്നത്. സോയിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നായ്ക്കൾ അന്ന് നിന്നത്. മനുഷ്യൻ ചത്താലും ഒരു പട്ടിക്കുഞ്ഞിന് പോലും ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കുരിയച്ചൻ അത്രയും പട്ടികളെയും കൊന്ന് നിങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹമോ കാമമോ മാത്രമല്ല, അത് യോസിയായോടുള്ള വൈരാഗ്യമാണ്, വാശിയാണ്. അതായത് മ്ലാത്തിച്ചേടത്തിയുടെ ആദ്യ ഭർത്താവിനോടുള്ള വാശി. ഇയാൾ ഈ പറയുന്ന സത്യങ്ങളെല്ലാം കേട്ട് മ്ലാത്തി ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. അന്ന് കുരിയച്ചൻ ഈ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തത് മോഹൻ പോത്തനായിരുന്നു. അങ്ങനെ എല്ലാ കള്ളത്തരത്തിനും കൂടെ നിന്ന മോഹൻ പോത്തനെ ഇപ്പോൾ അയാൾ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കി അയാളെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുരിയച്ചൻ. സോയിയോട് അയാൾ വീണ്ടും പറയും, ഞങ്ങൾ രണ്ടും കൂടെ നിന്നെ പങ്കിടാമെന്ന് പറഞ്ഞാണ് കരാർ ഉറപ്പിച്ചത്. എന്നാൽ അവസാനം നിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോ അയാൾ തനി സ്വഭാവം കാണിച്ചു, എനിക്കിട്ട് പണി തന്നിട്ട് പോവുകയും ചെയ്തു. നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്ത് അയാൾ ജയിലിൽ നിന്ന് ഒരുപക്ഷെ ഇറങ്ങി
ഇറങ്ങിയിട്ടുണ്ടാവും. അയാൾ ഇപ്പോഴും ചിലപ്പോൾ നിന്നെ അന്വേഷിച്ച് അവിടെ നടക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് മ്ലാത്തിച്ചേടത്തിനെ വളരെ പുച്ഛിച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മ്ലാത്തിക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകും. തന്നെ കൊല്ലാനോ തന്നെ തടവിലാക്കാനോ വേണ്ടിയിട്ടല്ല തന്റെ ഭർത്താവ് അന്ന് ആ പട്ടികളെ പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തിയിരുന്നത്, അതായത് മലേഷ്യൻ ഭർത്താവ്. എന്നാൽ കുര്യച്ചൻ വന്ന് അതെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് അയാള് സോയിയെ തടവിലാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് സോയിയെ അവിടെ നിന്ന് കുര്യച്ചൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം വെറും കള്ളത്തരമായിരുന്നു എന്നുള്ള കാര്യം മ്ലാത്തി ചേട്ടത്തിക്ക് മനസ്സിലാകുന്നു. ഇതാണ് 6 വർഷം മുമ്പ് മോഹൻ പോത്തൻ വന്നപ്പോ സംഭവിച്ച കാര്യങ്ങൾ. ഇത് മ്ലാത്തി അവരോട് പറയുന്ന കാര്യങ്ങളല്ല, മ്ലാത്തി അവര് സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും പ്രസന്റില് നേവിക്കാരൻ ചോദിക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ആ കുത്തുകേസിൽ അയാൾ അകത്ത് പോകുമ്പോൾ ഏതൊരു ഗുഹയിൽ ഒളിച്ചിടിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചതെന്നുള്ള കാര്യം അപ്പൂട്ടി വഴി ഞങ്ങൾ അറിഞ്ഞു. എന്നാൽ അത് ഏത് ഗുഹയാന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മ്ലാത്തി ചേട്ടത്തി അവർക്ക് ആ ഗുഹയെപ്പറ്റി അറിയത്തില്ല എന്നുള്ള കാര്യം പറയുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ആ കുത്തുകേസ് ഉണ്ടായ ദിവസം കുര്യച്ചൻ വീട്ടിലേക്ക് കയറി വന്നിരുന്നു. അയാൾ തുണികളൊക്കെ എടുത്ത് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്. പോലീസ് വന്നാൽ ഞാൻ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും നിനക്കറിയാമെന്ന് പറയണ്ട എന്ന് പറയാൻ പറയും. അപ്പോൾ മ്ലാത്തി പറയും, മോഹൻ പോത്തൻ ഇവിടെ വന്നിരുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾ പറയും, അത് പേടിക്കാനൊന്നുമില്ല, അവരെ ഞാനൊരു കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മ്ലാത്തി പറയും, ഓ അത് ശരിയാ, എന്റെ ഭർത്താവിനെ നിങ്ങൾ കുടുക്കിയതുപോലെ അല്ലേ. ഇത് കേൾക്കുമ്പോൾ കുര്യച്ചൻ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം അയാൾക്ക് മോഹൻ പോത്തനും മാത്രം അറിയാവുന്ന രഹസ്യം മോഹൻ പോത്തൻ ഇവരോട് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അയാൾ മ്ലാത്തിയോട് നേരെ തിരിഞ്ഞിട്ട് പറയും, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ആ ഒരു തെറ്റല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ നിന്റെ അടുത്ത് ചെയ്തിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. മ്ലാത്തി പറയും, ശരിയാ, ഒരു ചെറിയ തെറ്റ് അല്ലേ, നിങ്ങൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം, ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഞാൻ ഈ വർഷം മുഴുവൻ, എന്റെ ജന്മം മുഴുവൻ ഞാനിത് ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഞാനിതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അവരും പറയും. അതിനുശേഷം കുര്യച്ചൻ ഒളിവിൽ പോകാനുള്ള സാധനങ്ങളും എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. വീണ്ടും പ്രസന്റില് പാപ്പച്ചൻ പോലീസും നേവിക്കാരനും മ്ലാത്തിയോട് വീണ്ടും ചില കാര്യങ്ങൾ ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുര്യച്ചൻ ഒളിവിൽ പോയത് കുര്യച്ചന് വേണ്ടിയിട്ടല്ല, വേറൊരു പയ്യൻ ഒരാളെ കുത്തി. കുര്യച്ചന് വേണ്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കുര്യച്ചൻ ജയിലിൽ പോയത്. അതിനുശേഷം അയാളെ തേടി വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തു, ഞങ്ങളും മരിക്കേണ്ടതായിരുന്നു. അയാൾ ഒളിവിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വേറെ ഒരാളാണ്, അതായത് പകരത്തിന് പകരം എന്ന് പറയാം. കേസും കാര്യങ്ങളും എല്ലാം കുര്യച്ചൻ നോക്കുന്നത് കൊണ്ട് അയാൾക്ക് വേണ്ടി ഈ പണികളെല്ലാം ചെയ്യുന്നത് ഒരുപക്ഷെ ആ പയ്യനായിരിക്കാം, അതായത് മണികണ്ഠൻ. അതായത് ഇപ്പൊ മ്ലാത്തി ചേട്ടത്തിയുടെ വീട്ടിൽ നിൽക്കുന്ന പിയൂസ്. ഈ കാര്യം മ്ലാത്തിയുടെ അടുത്ത് അവര് പറയും. അതായത് പിയൂസ് കുര്യച്ചനെ കൊല്ലാനോ കണ്ടെത്താനോ വന്ന ആളല്ല. പിയൂസിനു വേണ്ടി കുര്യച്ചൻ ജയിലിൽ പോയപ്പോ അയാൾക്ക് പകരം അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആ പട്ടികളെ പോലെ നന്ദിയുള്ളവനായിട്ട് ആ നാട്ടിൽ വന്ന് മ്ലാത്തി ചേട്ടത്തിനെയും മറ്റുള്ളവരെയും നിരീക്ഷിച്ചുകൊണ്ടും കുര്യച്ചനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും ജീവിക്കുന്ന ഒരാളാണ് മണികണ്ഠൻ. ഈ സമയത്ത് പിയൂസിനെ കാണിക്കുകയാണ്. അവര് 3 പേരും കുര്യച്ചനെ തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിയൂസ് കൊടുത്ത വെള്ളം കുടിച്ച് അവർ രണ്ടുപേരും ബോധം കെട്ട് കിടക്കുകയാണ്. ആദ്യത്തെ ആള് മരിച്ചു എന്ന് വിചാരിക്കും. രണ്ടാമത്തവനും അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവനും ബോധമില്ല. അവനും മരിച്ചു എന്ന് വിചാരിച്ച് അയാളെ ഒരു മരത്തിൽ കെട്ടാൻ നോക്കും. അങ്ങനെ മരത്തിൽ കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം ബോധം കെട്ട് കിടന്ന ആള് എണീക്കുന്നത്. അവര് ശരിക്കും അഭിനയിച്ചതായിരുന്നു. അവര് പറയും, ഞങ്ങൾക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു നിന്നെ, നീ ശരിക്കും ആരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ആക്ട് ചെയ്തതാ. ഈ രണ്ടുപേരും ശരിക്കും പോലീസുകാരാണ്. അവര് വേഷം മാറി ഇവന്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ തുടർന്നുണ്ടാകുന്ന സംഘടനത്തില് ആദ്യത്തെ പോലീസുകാരനെ മണികണ്ഠൻ കൊല്ലും. രണ്ടാമത്തെ പോലീസുകാരനുമായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് കൊത്തി അയാളുടെ ജീവനും അപകടത്തിലാകും. അയാളെ രക്ഷിക്കാൻ വേണ്ടി പിയൂസിനോട് പറയുന്നുണ്ടെങ്കിലും മണികണ്ഠനോട് പറയുന്നുണ്ടെങ്കിലും മണികണ്ഠൻ പറയും, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ദയയും കാരുണ്യവും എല്ലാം തീർന്നതാണ്, എന്റെ മനസ്സ് കല്ലാണെന്ന് പറയും. അതിനൊരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് എനിക്ക് കുറച്ച് പൈസയും തന്ന് സർബത്ത് കുടിക്കാൻ വേണ്ടി വീട്ടുകാരെന്നെ വെളിയിൽ വിട്ടു. അതിനുശേഷം അപ്പനും അമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പക്ഷേ അവരുടെ നടുക്കൊരു തോട്ടായം ഉണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ലോഡ്ജ് അടക്കം പൊട്ടിത്തെറിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അകത്ത് കയറി നോക്കുമ്പോൾ ചെതറിക്കിടക്കുന്ന അവരുടെ ഇറച്ചി കഷ്ണങ്ങളാണ് കണ്ടത്. അന്ന് കല്ലാക്കിയതാണ് എന്റെ അകവും പുറവും. എനിക്കതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് യാതൊരു ദയയില്ല. ആ കടിച്ച പാമ്പ് നല്ല വിഷമുള്ള ഇനമാ. വലിയ താമസിക്കാതെ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ തീരും. കാരണം നിങ്ങളുടെ രക്തം ഇപ്പൊ നന്നായിട്ട് തന്നെ പമ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ താമസിക്കാതെ തീരുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോരുകയാണ്. അതായത് ഈ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് അന്ന് ആ സിനിമയുണ്ടായത്. അതിന് പകരമാണ് അവൻ ഡയറക്ടറെ അടുത്ത് പ്രശ്നമുണ്ടാക്കി നഷ്ടപരിഹാരം ചോദിച്ചത്. ആ കാര്യമാണ് നേവിക്കാരനും പാപ്പച്ചനും കൂടെ കണ്ടുപിടിച്ചത്. പിയൂസ് വന്നു കഴിഞ്ഞാലും അവനോട് സാധാരണ രീതിയിൽ പെരുമാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പാപ്പച്ചനും നേവിക്കാരനും മ്ലാത്തിച്ചേടത്തിയുടെ അടുത്ത് നിന്ന് പോയിരുന്നു. പക്ഷെ ഈ നേവിക്കാരനും പാപ്പച്ചനും ഇനിയും ഡൗട്ടുകൾ തീർന്നിട്ടില്ല. മ്ലാത്തിച്ചേടത്തിയായിട്ട് സംസാരിച്ചതിൽ നിന്നും ഈ മണികണ്ഠനെ ഇപ്പോൾ അവർക്ക് മനസ്സിലായ സ്ഥിതിക്കും അവർ വേറെ പല കാര്യങ്ങളും ഊഹിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. 6 വർഷമായി കുര്യച്ചനെ കാണാനില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത്രയും നാള് ഒരാളൊരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുവോ? അതും എത്രയും
ട്രെയിൻ ചെയ്ത നായ്ക്കളുണ്ട്, ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും 6 വർഷമൊക്കെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും പിയൂസിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് കയറി പോവുകയാണ്. വേഷം മാറി വന്ന 2 പോലീസുകാരെയും അവൻ കൈകാര്യം ചെയ്ത് കൊന്നു. അതിനുശേഷം കുളിച്ച് ഡ്രസ്സും മാറി മ്ലാത്തി ചേട്ടത്തിയുടെ അടുത്തേക്ക് അവൻ എത്തുന്നു. അവൻ അവിടെയെല്ലാം വന്ന് നോക്കുമ്പോൾ മ്ലാത്തി ചേട്ടത്തിനെ കാണാനില്ല. അവിടെ തിരഞ്ഞെല്ലാം നോക്കുമ്പോൾ ഒരു മുളം തണ്ടിന്റെ അകത്ത് കുറച്ച് ചോറ് കിടക്കുന്ന കാണും. അവൻ അതെടുത്ത് മണത്ത് നോക്കി കഴിയുമ്പോൾ വിഷമൊന്നുമല്ല. അവൻ വീണ്ടും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ മ്ലാത്തി ചേട്ടത്തി ഒരു ബൈനോക്കുലറൊക്കെ പിടിച്ച് മലയിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിയൂസിനോട് മ്ലാത്തി ചേട്ടത്തി ചോദിക്കും, നീ എന്തായാലും വീട്ടിൽ പോയതല്ലേ, കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അതൊന്നും സാരമില്ല, ഞാൻ നേരത്തേക്ക് പോകുന്നു എന്നാണ് അവൻ പറയുന്നത്. കുരിയച്ചന് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ബ്രീഡുകളെയും അയാൾ പരിശീലിപ്പിച്ചു. എന്നാൽ അയാൾ ഒരിക്കലും തൃപ്തനായിരുന്നില്ല. ഒരു നല്ല ബ്രീഡിനെ കിട്ടുകയാണെങ്കിൽ അതിനെ പരിശീലിപ്പിച്ചെടുക്കണം എന്ന് അയാൾ എപ്പോഴും പറയുമായിരുന്നു. ഇനിയിപ്പോ ഉയർന്ന ബ്രീഡിലൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു പട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അതിനെ പരിശീലിപ്പിച്ചെടുക്കും എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിയൂസ് ചോദിക്കും, എന്നിട്ട് അങ്ങനെ ഒരു നായയെ കിട്ടിയോ? മ്ലാത്തി പറയും, ഞാനും കിട്ടിയിരുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നിന്നെ കാണുന്നത് വരെ. ഇപ്പോ പിയൂസിനൊരു കാര്യം മനസ്സിലായി. അതായത് മണികണ്ഠന് കാര്യം മനസ്സിലായി. മണികണ്ഠൻ ആരാണെന്നുള്ള കാര്യം മ്ലാത്തി ചേട്ടത്തി അറിഞ്ഞിരുന്നു. മ്ലാത്തി ചോദിക്കും, നീ എന്നെ എന്തെങ്കിലും ചെയ്യുവോ? പിയൂസ് പറയും, പ്രശ്നം വരാത്തിടത്തോളം ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. അയാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അയാൾ രണ്ടും കൽപ്പിച്ചാണ് മ്ലാത്തിയുടെ അടുത്തിരിക്കുന്നത്. മാത്രമല്ല മ്ലാത്തി ചേട്ടത്തിയുടെ കയ്യിലിരിക്കുന്ന ആ ബൈനോക്കുലർ അത് മോഹൻ പോത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അതെങ്ങനെ മ്ലാത്തിയുടെ കയ്യിലെത്തി? ഈ കാര്യം ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഒരു അപകടം മണികണ്ഠന് മനസ്സിലായി. അവൻ പതിയെ ബാഗ് തുറന്ന് അതിൽ നിന്ന് കത്തി പുറത്തെടുക്കാൻ നേരം പുറകിൽ നിന്നൊരു മുരൾച്ച കേൾക്കാം. അവൻ നോക്കുമ്പോ മ്ലാത്തി ചേട്ടത്തിയുടെ സൈന്യം പുറകിൽ മുഴുവൻ അവന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ആ പട്ടികൾ അനുസരിച്ചിരുന്നത് കുരിയച്ചനെ മാത്രമല്ല മ്ലാത്തിയും കൂടിയാണ്. ആ സിനിമ അവിടം കൊണ്ട് തീരുകയാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഊഹിച്ചെടുത്തോണമെന്നാണ് ഡയറക്ടർ പറയുന്നത്. എനിക്കിതിനകത്ത് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, സത്യം മനസ്സിലാക്കിയ ശേഷം ഒരുപക്ഷെ അയാൾ ഗുഹയിൽ പോയി ഒളിച്ചപ്പോ, അതായത് കുരിയച്ചൻ ഗുഹയിൽ പോയി ഒളിച്ചപ്പോ മ്ലാത്തി ആ പട്ടികളെയെല്ലാം കുരിയച്ചന് നേരെ തിരിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ ഗുഹയിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ അയാളെ തടഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പറയാൻ കാരണം മ്ലാത്തി പറയുന്നുണ്ട് ഞാൻ അയാളെ കൊന്നിട്ടില്ല എന്ന്. ഒരുപക്ഷെ കൊന്നിട്ടും ഉണ്ടാവാം. കാരണം പട്ടികളെ ഉപയോഗിച്ച് ഒരുപക്ഷെ അയാളെ കൊന്നിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളത് അയാൾ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നതും പട്ടി കൊണ്ട് ആഹാരം കൊടുക്കുന്നതുമാണ്. അതായത് അയാളെ തടവിലാക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. ഇവർ ഈ ബൈനോക്കുലറിൽ നോക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഇയാളെ കൊന്നിട്ടില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും മ്ലാത്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോ കുരിയച്ചന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ബൈനോക്കുലറിലൂടെ നോക്കുന്നത്. ഇതെല്ലാം ദുരൂഹതയാണ്, നമ്മുടെ വെറും ആശയങ്ങളും സംശയങ്ങളും മാത്രം. യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് ഈ കഥയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ളത് ചുവടെ കമന്റിൽ ചേർക്കുക. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം.